ഇന്ന് 17-18 വയസ്സുള്ള മകള് വീട്ടിൽ കയറി ചെന്നിട്ട് വാപ്പാനോട് പറയും, വാപ്പാ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കാനൊന്നും പോണ്ട, ഞാൻ തന്നെ അഴീക്കോട് ഒരുത്തനെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് അവനെ വിവാഹം കഴിച്ചു തരണം. വാപ്പ ചോദിക്കും, മോളെ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ, ഞാൻ സമ്മതിക്കൂലല്ലോ, ഞാൻ പോകും വാപ്പ, നിങ്ങൾ കെട്ടിച്ചേർന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങി പൊള്ളാണ പോവേ. കോടതി ഞാൻ പറയും എനിക്ക് അവനെ മതി, എനിക്ക് സ്വന്തമായി തീരുമാനം എടുക്കാൻ 18ആയി, ഞാൻ പോകും. ഇതാ ഇന്നത്തെ കാലഘട്ടം. കെട്ടിച്ചു കൊടുക്കാൻ വാപ്പമാർക്ക് യോഗ ഇല്ലാത്ത കാലമാണ്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് രണ്ട് പെൺമക്കളെ വളർത്തി കെട്ടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്നല്ല, എങ്ങനെ വളർത്തണം അവിടെയാ വിഷയം. എങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്? ആ മക്കളെ വളർത്തുന്നത് പോലെയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണ്? ആൺമക്കളെ പോലെയല്ല, പെൺമക്കളെ വളർത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യമുണ്ട്. ആൺകുട്ടികളെ വളർത്തുന്നത് പോലെയല്ല പെൺകുട്ടികളെ വളർത്തേണ്ടത്. പെൺകുട്ടികളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. കാരണം ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ ലോകം നന്നാകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇذن റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, നല്ല കൃഷിയിടത്തിൽ വിത്തിറക്കിയാലേ നല്ല വിളവ് കിട്ടൂ. ഖുർആൻ പറഞ്ഞ പ്രയോഗം അങ്ങനെയാണ്. അല്ലാഹു പറയുകയാ, നല്ല പറമ്പിൽ വിത്തിറക്കിയാലേ, നല്ല കൃഷി ഇറക്കിയാലേ നല്ല വിത്ത് കിട്ടൂ, വിളവ് കിട്ടൂ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിസാഉക്കും ഹർസുൽ ലക്കും ഫഅതു ഹർസക്കും. നിന്റെ ഭാര്യമാര് നിന്റെ കൃഷിയിടമാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ഭാര്യ ഭർത്താവിന്റെ കൃഷിയിടമാ. പച്ച മലയാളത്തിൽ പറഞ്ഞ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ വയറ്റിലെ നല്ല മക്കൾ ജനിക്കാറുള്ളൂ. അതാ ഖുർആൻ പറഞ്ഞേ. അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന ഒരു പെണ്ണിന്റെ മടിത്തട്ടിലെ നല്ല മക്കൾ ജനിക്കത്തുള്ളൂ. അപ്പൊ ഒരു പെണ്ണ് നന്നായ അവളുടെ മക്കള് നന്നാകും, അവളുടെ ഭർത്താവ് നന്നാകും. ഒരു പെണ്ണ് വിചാരിച്ചാൽ ഏത് വൃത്തികെട്ട ഭർത്താവിനെയും നന്നാക്കാൻ പറ്റും. ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. ഒരിക്കലും നന്നാകില്ല എന്ന് കരുതിയ എത്രയോ ഭർത്താക്കന്മാരെ ഭാര്യമാര് നന്നാക്കിയ ചരിത്രമുണ്ട്. പിന്നെ നിന്റെ ഭർത്താവ് നന്നാകാത്തത് നീ നേരെയാക്കാത്തത് കൊണ്ടാണ്. പെണ്ണുങ്ങൾക്ക് സമയമില്ല റിസ്ക് എടുക്കാൻ. ഭർത്താവിന്റെ കള്ളുകൂടി നിർത്തണമെന്നൊരു ഭാര്യ വിചാരിച്ചാൽ പറ്റും. ഭർത്താവിന്റെ ഫോൺ വിളിയും മോശമായ ജീവിതവും നിർത്തണമെന്നൊരു പെണ്ണ് വിചാരിച്ചാൽ പറ്റും. പക്ഷെ ഇവര് വിചാരിക്കത്തില്ല, അവർക്ക് വേണ്ട, ഇവര് വിട്ടേക്കല്ല, അഴിച്ചുവിട്ടിരിക്കാം. അപ്പോ ഒരു പെണ്ണ് നന്നായ മക്കള് നന്നാകും, ഭർത്താവ് നന്നാകും, വീട് നന്നാകും, കുടുംബം നന്നാകും, നാട് നന്നാകും, രാജ്യം നന്നാകും, ലോകം നന്നാകും. ഒരു പെണ്ണ് നന്നായ, ഒരു പെണ്ണ് പിഴച്ചാലോ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാ അള്ളാഹ് പറഞ്ഞത്, അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, വളർത്തേണ്ടത് പോലെ വളർത്തുക. ഒരു വാപ്പാടെയും ഉമ്മായുടെയും ജോലിയാ മക്കളെ നല്ല നിലയിൽ വളർത്തുക. പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല. മദ്രസയെ പഠിപ്പിക്കണ ഉസ്താദല്ല നിന്റെ മക്കളെ നന്നാക്കേണ്ടത്. ആദ്യം നീ നന്നാക്ക് നിന്റെ മക്കളെ. അല്ലാഹ് ആര്, മുത്തുനബി ആര്, ദീനെന്ത്, നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുള്ളത്. അത് മാതാപിതാക്കളുടെ ജോലിയാ. പിന്നെ ഉസ്താദന്മാര്, ആദ്യത്തെ ഉസ്താദ് നിങ്ങളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുള്ളൂ, നിന്റെ പെൺമക്കളെ നീ നല്ലതുപോലെ വളർത്തൂ. അവരെ അദബ് പഠിപ്പിച്ചു കൊടുക്കൂ. അവർക്ക് നീ ലജ്ജ പറഞ്ഞു കൊടുക്കൂ. ലജ്ജ എന്താണ്? അല്ലാഹുവേ, അങ്ങനെയാണ് പെൺമക്കളെ വളർത്തേണ്ടത്. പക്ഷേ ഇന്നത്തെ പെൺകുട്ടികളുടെ ജീവിതം കണ്ടാല്, അവരുടെ നടത്തം കണ്ടാല്, അവരുടെ സംസാരം കണ്ടാല്, അവരുടെ വസ്ത്രധാരണ കണ്ടാല് അല്ലാഹുവേ ലജ്ജ തോന്നുകയാണ്, സങ്കടം തോന്നുകയാണ്. പഠിച്ചവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ നടത്തവും സ്വഭാവവും കണ്ടിട്ടുണ്ടോ? പഠിച്ചവനെ, എന്തേ സഹോദരാ എന്തേ ഇങ്ങനെയായി പോയത്? അല്ലാഹുവേ, പഠിച്ചവനെ, ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്തൊക്കെ ഉസ്താദന്മാരെ കണ്ടാ തലമറയ്ക്കുമായിരുന്നു. ഉസ്താദിനെ കണ്ടാ തലയിൽ കിടക്കുന്ന ഷാലെടുത്ത് താഴെയിടുന്ന കാലവാ.
തലമറയ്ക്കാനെന്ന് പലർക്കും മടിയാട്. മുടിയെല്ലാം അടിച്ചിട്ട് കൊണ്ടിങ്ങനെ അതാ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് അതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് പോലെ തലമറയ്ക്കാൻ പഠിക്കുന്ന, തലമറയ്ക്കാൻ മടി കാണിക്കുന്ന, മുടി വെളിയിലിട്ടിരിക്കുന്ന പെണ്ണ് കള്ളതരന്ന ശിക്ഷ എന്തെന്നറിയോ? നാളെ പടച്ചറബിന്റെ കോടതിയിലോ നരകത്തിലെ ഒരു തൊപ്പി നിന്റെ തലയിലേക്ക് വെക്കുകയാണ്. നിന്റെ തലയിലേക്ക് നാളെ ഒരു നരകത്തിന്റെ തീയുടെ തൊപ്പിയല്ലാതെ മലക്കുകളെ പടന്ന് വെച്ചു തരികയാണ്. തലച്ചോറിങ്ങനെ ഉരുകുകയാണ്. നിന്റെ തലയോട്ടി മുഴുവനും പടച്ചവരെ വിളിച്ചിറങ്ങുകയാ. അവർ ചെയ്ത പാപം കല്ലുകുടിച്ചത് കൊണ്ടല്ല, വ്യഭിചരിച്ചത് കൊണ്ടല്ല, പലിശ തിന്നത് കൊണ്ടല്ല, സംസ്കരിക്കാത്തത് കൊണ്ടല്ല, തലമറയ്ക്കാത്ത പെണ്ണ് നിനക്കല്ല നാളെ തരുന്ന ശിക്ഷയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പെങ്ങളെ തലമറയ്ക്കാൻ പഠിപ്പിക്ക്. എന്റെ മക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു കൊടുക്ക്. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു തലമുടി വെളിയിൽ കണ്ട നാളെ നീ അള്ളാന്റെ മുന്നിൽ എന്ത് പറയും? രക്ഷപ്പെടുമോ? ഒരു തലമുടി കണ്ടാൽ നരകത്തിന്റെ തൊപ്പി അള്ളാഹു നിന്റെ തലയിൽ വെച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിന്റെ നിയമം എന്താ? നിങ്ങൾ എന്താ പഠിക്കാത്തത്? ഇസ്ലാമിന്റെ നിയമം അള്ളാഹുവിന്റെ ഗുണവും രക്ഷയും നിന്റെ മേലുണ്ടാകട്ടെ. ഇത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിന്റെ അർത്ഥം സലാം പറയൽ ഒരു ദുആയ. എന്നാൽ ഒരു അന്യ പെണ്ണ് ആണിനോട് സലാം പറയാൻ പാടില്ല. ഒരു അന്യ പെണ്ണ് ഒരു അന്യ പുരുഷനോട് സലാം പറയാൻ പാടില്ല. എന്തിന്? മയ്യത്ത് പോലും കാണാൻ പാടില്ല. ഇതാ ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിന്റെ നിയമം എന്ത്? മരിച്ച മയ്യത്ത് പോലും കാണരുത്. ഇതാ ഇസ്ലാമിന്റെ നിയമം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കല്ലേ, സിമ്പിളായിട്ട് നിസാരമായിട്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട വാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെണ്ണ് കടന്നു വരികയാണ്. തലമറയ്ക്കാത്ത പെണ്ണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ് നബിയേ. അപസ്മാരമെന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, പിടന്ന് താഴെ വീഴുന്നു, കൈകാലുകൾ ഇങ്ങനെ വിറയ്ക്കുകയാണ്, വായിലൂടെ പവയും നിറയും വരികയാണ്. പഠിച്ചവനെ വല്ലാത്ത വേദനയുള്ള രോഗമാണ് അപസ്മാരത്തിന്റെ രോഗം. യാ റസൂലല്ലാഹ്, ആ രോഗം എനിക്ക് വരുന്നുണ്ട് നബിയോ, വല്ലാത്ത വേദനയാ നബിയോ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയോ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുമോ? എന്റെ രോഗമൊന്ന് മാറാ ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് പെണ്ണ് പറയുമ്പോ റസൂലുള്ളാഹി പറയുന്ന പെണ്ണ്, അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിന്റെ രോഗം മാറും, നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണ്. പ്രവാചകനവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ, ഇല്ല നീ ശമിക്കുകയാണെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുത്തി നബി പറയുമ്പോ ആ പെണ്ണ് പറഞ്ഞു, നബിയേ ദുആ ചെയ്യണ്ട, ഞാൻ സഹിക്കാൻ നബിയേ, വേദനകൾ മുഴുവനും ഞാൻ ശമിക്കാൻ തയ്യാറാണ്. എനിക്ക് സ്വർഗം മതി നബിയേ, എനിക്ക് സ്വർഗം മതി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞിട്ട് പടന്ന് തിരിച്ചു നടക്കുകയാ. കുറച്ചെന്ന് മുന്നോട്ട് പോയി, പിന്നെയും ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്
അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മടങ്ങി വന്നു. എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, രോഗം മാറാനല്ല, രോഗം മാറാനല്ല, പിന്നെ എന്തിനെന്നറിയോ, അപസ്മാരം എന്ന് പറയുന്ന രോഗം വന്ന് താഴേക്ക് വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ഔറത്ത് വെളിവാവുകയാണ്. അന്യ പുരുഷന്മാര് കാണുന്നു, എന്റെ ശരീരം അന്യ പുരുഷന്മാര് കാണുന്നു. എനിക്കതിഷ്ടമില്ല നബിയേ, എനിക്കതിഷ്ടമില്ല നബിയേ. അതുകൊണ്ട് ഞാൻ രോഗം പിടിച്ചു വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാൻ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ നബിയേ? രോഗം പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരിക്കലും എന്റെ ശരീരം കാണാൻ പാടില്ല, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മുത്തുനബിയോട് ദുആ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയുകയാ, പാപ്പാ നിന്നോട് പ്രത്യേകിച്ച് പറയുകയാ, മക്കൾ ചോദിക്കുന്ന വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നവര്, ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നവര് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, എന്റെ ഭാര്യയുണ്ടല്ലോ, എന്റെ മക്കളുണ്ടല്ലോ, അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ അല്ലാഹു പരലോകത്ത് വെച്ച് എന്റെ ഭാര്യയെ കുറിച്ചും എന്റെ മക്കളെ കുറിച്ചും അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ തന്റെ പൊന്നാര മകൾക്ക് ജീൻസിന്റെ പാന്റ് വാങ്ങി കൊടുക്കുന്ന വാപ്പാ, പോലെ പടച്ചവനെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിലുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന വാപ്പാ, അതുകൊണ്ട് നിന്റെ പൊന്നാര മകൾ നിന്റെ മുന്നിലൂടെ നടക്കുമ്പോ നിനക്കറിയാം ഇത് പാപമാണെന്ന്, നിനക്കറിയുമല്ലോ നിന്റെ പൊന്നാര മക്കളുടെ ശരീരത്തിന്റെ വടിവുകൾ വെളിയിൽ കാണുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ പൊന്നുമോട് നടക്കുമ്പോ ഇത് പാപമാണെന്ന് നിനക്കറിയാമല്ലോ. എത്താറില്ലല്ലോ, എത്താറില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്നെയൊന്നും വെറുതെ വിടൂല, നിങ്ങളെ വെറുതെ വിടൂല. അല്ലാഹു നിന്നോട് സംസാരിക്കില്ല, അല്ലാഹു നിന്നോട് കരുണ കാണിക്കില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കളെ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് അതിനെ നിസ്സാരമായി കളയുന്ന വാപ്പാ, അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവരാ. പ്രവാചകനവിടെന്ന് പറഞ്ഞു, 5 പെണ്ണുങ്ങള്, 5 പെണ്ണുങ്ങള് ആണുങ്ങള് സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പെണ്ണുങ്ങൾ, ഒരാള് സ്വർഗ്ഗത്തിൽ പോകുമ്പോ തടയും ഒരാണിനെ, ഒരു വാപ്പയെ. ഏതാ എന്റെ പ്രിയപ്പെട്ടവർ? 5 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് നിന്റെ മകളാ, നിന്റെ മകളാ. നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, നീ കമ്മിറ്റിക്കാരനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പന്തിയിൽ നിൽക്കുന്നവനാ. പക്ഷെ നിന്റെ മോള് നിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? താത്താമാര് ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹ് കുത്തിയിട്ടടക്കും. അല്ലോ കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഇറങ്ങുന്ന പോലെ. എന്ന തൊട്ടുപുറകിൽ ഒരെണ്ണം എഴുതും, സായിപ്പ് മാതാമ പോലും തോറ്റുപോകുന്ന രീതിയിൽ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നീ വിചാരിച്ച് രക്ഷപ്പെടൂന്നു? ഇല്ല, അള്ളാഹ് നിന്നെ പിടിച്ചുർത്തും. അള്ളാഹ് നിന്നോട് ചോദിക്കും, എന്തിനാ താത്ത നീ ഒന്ന് കണ്ണ് തുറന്നു നോക്ക്. നിന്റെ 18 വയസ്സുള്ള 15 വയസ്സുള്ള മകള് ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നാട്ടിയിറങ്ങിയ സ്വന്തം പിഴച്ചു. എന്തിനാ മറ്റുള്ളവനെ പിഴപ്പിക്കുന്നത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ പെങ്ങളെ? അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം നോക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ. അള്ളാന്റെ റസൂൽ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ എന്തെന്നറിയോ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഖുർആന പറഞ്ഞ അല്ല പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം, പാപ്പ കേറി വരട്ടെ, ഉമ്മ കേറി വരട്ടെ, അനുവാദം ചോദിച്ചിട്ടേ കേറാൻ പാടുള്ളൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏതു മക്കള്? 25, 20, 18, 15, 10 അല്ല, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ.
7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ 3 സമയത്ത് അനുവാദം ചോദിക്കണം. 3 സമയം അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഏതാ 3 സമയം? 1 സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാല സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലേ? ഉറങ്ങാൻ എന്ത് രസവാ! വെളുപ്പാങ്കാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയം. അപ്പൊ ഇങ്ങനെ വാപ്പായും ഉമ്മായിക്ക് നല്ല ഉറങ്ങുന്ന സമയം. ഉദാഹരണം പറഞ്ഞ, നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശമുള്ള ആണുങ്ങൾ മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത്, അല്ലാ ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പടച്ചോനെ, മുണ്ട് എവിടാണ് തിരയണത്. ഒരാളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ട. കാരണം ചിലപ്പോൾ ഫാന്റെ മുകളിലായിരിക്കും, എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും. അതവസ്ഥ. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, ഓർത്തു നോക്കും. അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു മകനോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ, അള്ളാഹുവെ കോവളം ബീച്ചിൽ കിടക്കണ പോലെ വാപ്പ കിടക്ക, അല്ലെങ്കിൽ ഉമ്മയുടെ കിടത്ത അങ്ങനെയാ. അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല. പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. അതാ ഖുർആൻ. അതാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. മാതാപിതാക്കളുടെ ഔറത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാ ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മത പാലിക്കണമെന്ന ഖുർആൻ പറഞ്ഞത്. എന്നാ ഇന്ന് വീട്ടിൽ ചെന്നാൽ 35 വയസ്സുള്ള വാപ്പ, 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ, ഇവിടെ 15 വയസ്സുകാരൻ, ഇവിടെ 13 വയസ്സുകാരി ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ കുടുംബം, അതാ പെങ്ങളെ കുടുംബം. അങ്ങനെ ആവണം കുടുംബം. നാണോ ഇല്ല, മാനോ ഇല്ല, ഇരുന്ന് കാണുക. വാ, കെട്ടിപ്പിടിച്ചിട്ട്. ഇപ്പത്തെ ഏത് സിനിമയിലും കിസ്സില്ലാത്ത സിനിമയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കുക. അല്ലാഹ് വാപ്പായും മക്കളും ഇരുന്ന് കാണാ. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പരാതി, ഉസ്താദെ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തും. വെറുതെ വളർത്തി ഇറച്ചിക്കോഴിയെ വളർത്തണ പോലെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കള് കേൾക്കണില്ലല്ലോ. എടാ, ഈ വഅദിന്റെ സദസ്സിൽ വന്നിട്ട് തലമറക്കലില്ല പെണ്ണുങ്ങൾ. പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും, ഇപ്പൊ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും. ഇതന്നെ അവസ്ഥ. എടാ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തിപ്പുറത്തൊക്കെ സീറ്റിൽ ഇരുന്നിട്ട് ഈ മുസ്ലിമായി ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ. അപ്പൊ ഉസ്താദ് എങ്ങാണോ ഉണ്ടെങ്കിൽ കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തരും, ഉസ്താദ് കാണട്ടെ. ഇതാ ഇന്നത്തെ മക്കള്. ഇത് തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, പാവവാ, തെറ്റാ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാ, എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്റെ നന്നാകാത്തെ? എല്ലാവരോടും ചോദ്യം, എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ നന്മ കേട്ടിട്ട് നമ്മൾ ആരും നന്നാകുന്നില്ല? അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നന്നാകാത്ത എന്താ ചോദിക്കല്ലോ ഉസ്താദെ, 18 വയസ്സുള്ള എന്റെ മോളുടെ കാലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോകരുതെന്ന്. എന്നിട്ട് അവള് പോയി, ഉസ്താദെ എന്റെ മോക്ക് എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്രയോ നാള് കൊണ്ട് വാഴ കേൾക്കുന്ന, എല്ലാ വർഷവും ഇവിടെ വാഴുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്, അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇമാം റാസി തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട് തന്റെ തഫ്സീറിൽ. ഈ ചരിത്രം കേൾക്കുമ്പോൾ നിനക്ക് തിരിയും. ഈ ചരിത്രം കേൾക്കുമ്പോ ഉസ്താദന്മാര് പറയണ്ട, പടിപടിയായിട്ട് മുടി വെട്ടിയാൽ അള്ളാന്റെ മലക്കുകൾ ശപിക്കും. പിന്നെ മലക്ക് ശപിച്ച എവിടെ എനിക്കെന്താ വളർത്തിക്കൊണ്ടിടക്കാം? എടാ, പടിപടിയായിട്ട് മുടി വെട്ടുന്നവനെ മലക്ക് ശപിക്കുമെന്ന ഇതറിയാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? പറവയെ പോലെ വളർത്തിക്കൊണ്ടാ നടക്കണം. എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ ആയിപ്പോയത്? ഈ ഒരൊറ്റ ചരിത്രം നീ മനസ്സിരുത്തി കേൾക്ക്. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ടോടുകയാ.
മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ് കാനത്ത് ഇംറഅത്തുൻ തസൂഹു ഫീ സുഖത്തിൽ മദീന മദീനയുടെ തെരുവിലൂടെ യുഗത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ അവളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് എന്താണ് വിളിച്ചു ചോദിക്കുന്നത് മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ് എനിക്ക് മുത്തുനബി ഒന്ന് കാണിച്ചു തരുമോ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് നിലവിളിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ് സഹാബികൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടുകയാണ് യാ റസൂലല്ലാഹ് എനിക്ക് തൗബയുണ്ടോ എന്റെ പാപം അല്ലാഹു പൊറുച്ചു തരുമോ പ്രവാചകന്റെ മുന്നിൽ പോയി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നീ കരച്ചു നിർത്തു നിന്റെ നിലവിളിയിൽ നിർത്തു എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കച്ചവടക്കാരനാ എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ കഴിഞ്ഞാല് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഗൾഫിൽ പോകുന്നത് പോലെയാണ് കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ നീ സനയിച്ചു യാ റസൂലല്ലാഹ് ഞാൻ വ്യഭിചരിച്ചു നബിയേ പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു അവിടെ നിന്ന് പടച്ചവനെ കിടപ്പറ പങ്കിടുകയാണ് അതിലൂടെ ഗർഭിണിയായി ഒന്ന് കളഞ്ഞില്ല തലയ്ക്ക് കളഞ്ഞില്ല ഭർത്താവ് നാട്ടിലില്ല കുടുംബക്കാരുമില്ല അതുകൊണ്ട് ആരുമറിയാതെ ചുമന്നുകൊണ്ട് നടന്നു ഒരാളോട് പറഞ്ഞില്ല ഒരാളെയും അറിയിച്ചില്ല ഗർഭിണിയായത് കാരണം പറയാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് 9 മാസം കഴിഞ്ഞു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ അവിടെ നിന്ന് ഒരു ആൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ് പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ് ആ കുഞ്ഞിന്റെ കഴുത്ത് തിരിച്ചു കൊന്നു കളഞ്ഞു നബിയേ 9 മാസക്കാലം ഗർഭം ചുമന്നു വേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് ആ ഉമ്മ തന്നെ കഴുത്തു ഞെരിച്ചെന്ന് കൊല്ലുകയാണ് എന്നിട്ട് മയ്യത്ത് കുഴിച്ചു കൊല്ല എന്ത് ചെയ്തെന്നറിയോ ഈ പെണ്ണിനൊരു ജോലിയില്ലായിരുന്നു സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണ ഒരു സൈഡ് ബിസിനസ്സാണ് പഠിച്ചവനെ സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട് എന്ത് ചെയ്തെന്നറിയോ എന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു ഏറ്റവും കൂടുതൽ പവർ കൂടിയ സുർക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചെടുക്കുകയാണ് റോഡിലൊക്കെ നെല്ലിക്ക ഉപ്പിലിടാൻ വെക്കുന്നത് പോലെ മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ സുർക്കയുടെ കുപ്പിക്കകത്ത് തന്റെ കുഞ്ഞിന്റെ മയ്യത്തൊന്ന് വെച്ചടക്കുകയാണ് അതിനകത്ത് കിടന്ന് അഴുകുകയാണ് നിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് ഇങ്ങനെ അഴുകി ഒന്ന് ചേരുകയാണ് നിന്റെ എല്ലുകളെ ദ്രവിക്കാൻ തുടങ്ങി എല്ലാം അതിനകത്ത് ചേർന്നു എല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു ഒരടയാളവും കാണാനില്ല ആ സമയത്ത് ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ കച്ചവടം നടത്തി നബിയേ ഞാനത് വിറ്റു കാശ് വാങ്ങി നബിയേ റസൂലുള്ളാഹ് കരയുകയാ
കണ്ടങ്ങളെ നിറഞ്ഞ താടിരോളത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്, കൈകാലുകൾ വിറയ്ക്കുകയാണ്. എന്തൊരു പാപമല്ല! പടച്ചവനെ വ്യഭിചരിച്ചു, വ്യഭിചാരത്തിലൂടെ ഗർഭിണിയായി കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നു, അതിനെ പ്രസവിച്ചു, അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു, അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുറുക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു വെച്ചു. അതിനകത്ത് കിടന്ന് അഴുകി എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു, ജ്യൂസ് അടിക്കണ പോലെ ആയി. അല്ലാഹുവേ, ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങി പെണ്ണ്. അള്ളാന്റെ റസൂല് കരയ, പടച്ചവനെ, ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് പറഞ്ഞത്, നീ ഇങ്ങനെയാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഫഇന്നി അറാ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഉമ്മാ, കണ്ടവന്റെ കൂടെ ഓടിപ്പോയ നിന്റെ മോള് അസർ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം, നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ മക്കൾ സ്കൂള് വിട്ട് വന്ന ഉടനെ കുളിപ്പിച്ച് ചോറും കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ട്യൂഷന് പറഞ്ഞു വിടും. നീ അസർ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു നിന്റെ മക്കളെ. മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നിസ്കരിക്കാറില്ല ഇല്ലേ? അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും, പിന്നെ ഒരു നന്മയും കേറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നമുക്ക് നന്നാകാൻ പറ്റാത്ത. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുന്നു, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമയോ സീരിയലോ നോവലോ യൂട്യൂബോ ഫേസ്ബുക്കിലോ അല്ല നോക്കേണ്ടത്. എങ്ങനെ വളർത്തണമെന്ന് നിന്റെ നബി കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മയില്ലാത്ത ഖദീജ ബീബി മരണപ്പെട്ടതിന് ശേഷം ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നു നിന്റെ നബി. നീ ആ നബിയുടെ ചരിത്രം വായിച്ചാൽ മതി. ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അതും ഉമ്മയില്ലാത്തൊരു മോളെ, ഉമ്മയില്ലാത്ത ഒരു മകളെ പ്രവാചകൻ വളർത്തി കാണിച്ചു തന്നു. ആ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിന്റെ മോളെ വളർത്ത്, എങ്കിലേ അള്ളാഹ് നിനക്ക് സ്വർഗം തരൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പം മക്കളെ വളർത്തിയാൽ മാത്രം പോരാ, കെട്ടിച്ചു കൊടുക്കണം. ആർക്ക് കെട്ടിച്ചു കൊടുക്കണം? ഏതെങ്കിലും ഒരു പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആയതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ വിവാഹം എടുക്കുമ്പോ നിങ്ങൾ പരിഗണിക്കേണ്ടത് 4 കാര്യം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമയമായാൽ നീ നോക്കണം, 4 കാര്യങ്ങൾ നീ പരിഗണിക്കണം. 1, നിന്റെ മകളെ കെട്ടുന്നവന് സൗന്ദര്യമുണ്ടോ എന്ന് നീ നോക്കണം. മരുമോന് സൗന്ദര്യമുണ്ടോ, പുതിയാപ്പിളയ്ക്ക് സൗന്ദര്യമുണ്ടോ നീ നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവൻ കുടുംബ മഹിമ, നല്ല കുടുംബത്തിലുള്ള പയ്യനാണോ നീ നോക്കണം. 4, അവന് ദീനുണ്ടോ എന്ന് നോക്കണം. ഈ 4 കാര്യം എണ്ണി പറഞ്ഞിട്ട് പ്രവാചകൻ അവസാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരിഗണന സമ്പത്തിനോ സൗന്ദര്യത്തിനോ കുടുംബ മഹിമയ്ക്കോ അല്ല, ദീനിന് നീ സ്ഥാനം കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആദ്യം സൗന്ദര്യം, സമ്പത്ത്. മരുമോന് ഏക്കർ കണക്കിന് വസ്തുവുണ്ടോ, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, വണ്ടിയുണ്ടോ, ഇതൊക്കെ നോക്കണേ. ദീൻ ആരും നോക്കണില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, സമ്പത്ത് നോക്കി 8 മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു കൊടുത്താ നിന്റെ മക്കള് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉറക്കല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2, സൗന്ദര്യം. ദീനില്ലാത്ത സൗന്ദര്യമുള്ള ആണിനെയും വേണ്ട, പെണ്ണിനെയും വേണ്ട. എത്ര വലിയ ദുൽഖർ സൽമാന്റെ സൗന്ദര്യം ഉണ്ടെങ്കിലും മോളെ അള്ളാനെ പേടിയില്ലാത്തവനാണോ കൂടെ പോകരുത്. നീ കണ്ണുനീര് കുടിക്കും, നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ആണുങ്ങളോട് പറയുന്നു, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. എടാ, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. അവസാനം 8ന്റെ പണി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, കുടുംബ മഹിമ നോക്കും ചിലര്, ദീൻ നോക്കാറില്ല.
എങ്കിലും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദീനാണ് പരിഗണിക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വേണം ആണുങ്ങൾ വിവാഹം കഴിക്കാൻ. പെൺമക്കള് പുതിയ പളയെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ദീനുണ്ടോ എന്ന് നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിനാ റസൂലുള്ളാഹി. നിങ്ങൾക്ക് മടുത്ത നിർത്തറായ എത്രയായി? 12 മണിയാറായി. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്ന് 12 മണിയാറായ. ഞാൻ എത്ര മണിക്ക് നിർത്താനാ പറഞ്ഞ? 10:30 തുടങ്ങി. 11:30. അല്ലാഹുവേ, സമയം ഒരുപാടായി. നിർത്താറായ? ആ കെട്ടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിർത്താം. എങ്ങനെ കെട്ടിച്ചു കൊടുത്താലോ സ്വർഗ്ഗം, അതും കൂടെ കേട്ടൂടെ? എല്ലാവരും എഴുന്നേറ്റ് പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. ആ കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. എഴുന്നേറ്റ് വാ, കസേര എടുത്തോണ്ട് വാ. ഇനിയിപ്പോ ജയിലിൽ പോവില്ലേ? വാ. കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ പെണ്ണുമ്പിള്ളയെ തന്നെ കാണാൻ കിട്ടത്തില്ല. ഭർത്താവ് വേറെ, ഭാര്യ വേറെ, മക്കള് വെളിയിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടെ. ഇനിയിപ്പോ എവിടെ വെച്ചാൽ ഇനിയിപ്പോ ഞാൻ അങ്ങ് തിരുവനന്തപുരം, ഞാൻ ചിലപ്പോ പത്തനാപുരത്തായിരിക്കും, നിങ്ങൾ ഇവിടെ ഇല്ലേ? വാ ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാഹ്. പോണ്ടവർ ഇറങ്ങി പോണ്ട. പക്കറ്റ് പിരിവുണ്ടോ? ഓ, അവിടെ ഇരിക്കട്ടെ, ചുമ്മാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. എല്ലാം പാവങ്ങൾ. ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ. ദൂരെ പോയി ഇരുന്ന ഒറ്റയ്ക്ക് എവിടെ പോയി കിടക്കേണ്ടി വരും. കൂടെ അടുത്തടുത്തിരി വാ. ജയിലിൽ വെച്ച് കാണുമ്പോൾ പരിചയമെങ്കിലും പുതുക്കാമല്ലോ. വാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് വാ. എങ്ങനെയാ പെമ്മക്കളെ കെട്ടിക്കേണ്ടതെന്ന് കേട്ടോ. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ വളർത്തി. 18 വയസ്സായി ഫാത്തിമ ബീവിക്ക്. വിവാഹപ്രായമായി. എത്ര വയസ്സായി? 18 വയസ്സ്. പെമ്മക്കള് പറയും, ഉസ്താദ് എന്റെ വാപ്പാടുത്തെന്ന് പറയാം അല്ലേ? ഫാത്തിമ ബീവിക്ക് 18 വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ വലിയ വലിയ സമ്പന്നന്മാര് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പെണ്ണി ചോദിച്ചു. കെട്ടിച്ചു കൊടുത്തില്ല. ഒരുപാട് അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ വരെ വന്ന് ചോദിച്ചു, നബിയെ ഫാത്തിമ ഇല്ല, കെട്ടിച്ചേരൂല്ല. ഒരുപാട് പേര് വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ ആരെയാ തെരഞ്ഞെടുത്തത്? 10ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കൂടെ വന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. 10ാമത്തെ വയസ്സിൽ നബിയുടെ കൂടെ കൂടിയതായി ചങ്ങാതി. അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവി ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞ പ്രേമൊന്നും അല്ലട്ടാ. അപ്പൊ വേണമെങ്കിൽ പറയും, അലിയാര് തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചില്ലേ, അപ്പൊ പിന്നെ എനിക്കെന്താ അങ്ങനെ കരുതരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അലിയാര് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ മുത്തുനബി കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്, നീ ഇങ്ങനെ നടക്ക. ഫാത്തിമ ബീവിയുടെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അലിയെ. സഹാബത്ത് പറഞ്ഞപ്പോ അലിയാര് തങ്ങള് എന്നാ പോയി നബിയോട് ചോദിക്കാം, ഫാത്തിമ ബീവിയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് അലിയാര് തങ്ങള് നേരെ മുത്തി നബിയുടെ മുന്നിൽ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മോളെ കെട്ടിച്ചേരുമെന്ന് ചോദിക്കാൻ പോയതാ. പക്ഷെ പ്രവാചകനെ കണ്ടപ്പോ മുട്ടിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, പ്രേമിച്ച പെണ്ണിന്റെ വാപ്പായും കൂടപ്പുറപ്പരെയും കാണുമ്പോഴത്തേക്ക് പറയ്ക്കും ചിലർക്ക്. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് അലിയാര് തങ്ങൾ മുത്തുനബിയെ കണ്ടപ്പോ മിണ്ടണില്ല. എന്താ അലിയെ? ഒന്നുമില്ല നബി. നീ എന്താ ചോദിക്കാൻ വന്നതല്ലേ? ഒന്നുമില്ല നബിയെ. അള്ളാന്റെ റസൂലിന് അറിയാം അലിയാർ എന്തിനാ വന്നേ. അലിയാര് തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമയെ കല്യാണം കഴിക്കുമോ? മുത്തുനബി അങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ അലിയാര് തങ്ങൾക്ക് ഉണ്ടായ ഒരു സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്കിന് ഒരു 10 ലഡു മനസ്സിൽ ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും അലിയാര് തങ്ങൾക്ക്. അത്ര ഇഷ്ടമല്ലേ ഫാത്തിമയെ? അള്ളാന്റെ റസൂൽ വെച്ച്, എന്റെ മോളെ നീ വിവാഹം കഴിക്കോ അലിയെ? അലിയാര് തങ്ങളെ തലകുനിക്കി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. അലിയാര് തങ്ങളോട് വെച്ച്, കല്യാണം കഴിക്കുമ്പോ മഹർ കൊടുക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ട്? അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. അല്ലാതെ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിക്കും എന്തുണ്ട്? എനിക്ക് ഗൾഫിൽ 2 സൂപ്പർ മാർക്കറ്റ്, കപ്പൽ എന്റേതാ, ഫ്ലൈറ്റ് എന്റേതാ. കള്ളത്തരൊന്നും പറയുന്നില്ല. അലിയാര് തങ്ങൾ ഉള്ളതങ്ങ് പറഞ്ഞു, നബി 5 നയാ പൈസ എന്റെ അടുത്ത് എടുക്കാനില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ബക്കറ്റ് പിരിവനായില്ലപ്പാ, നിങ്ങൾ വാ, സമയമായില്ല. പക്ഷെ അത് ഞാൻ പറയാം, ഇരിക്കും, നിങ്ങൾ കയറി വാ, ആ പൈസയും പിടിച്ചോ പയ്യന്റെ ഓമനെ, നിങ്ങൾ കയറി ഇവിടെ. അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ.
റസൂലുള്ളാഹി തങ്ങളെ ചോദിച്ചു, ഞാൻ നിനക്കൊരു പടയങ്കി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട് നബി, എവിടെ? വീടിനകത്ത് ഇരിപ്പുണ്ട് നബിയെ. കൊണ്ട് വിറ്റാൽ എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. എന്നാ കൊണ്ടുപോയി വിറ്റിട്ട് വാ. അലിയാർ നിങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക വിൽക്കാൻ വേണ്ടി. ആരെയും കിട്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുന്ന, അലിയെ എന്താ ഇവിടെ നിൽക്കണേ? ആരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്ലയാ, അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ മരുമോനാ. എന്താ അലി ഇവിടെ നിൽക്കണേ? ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കണം, പൈസ ഇല്ലാത്തത് കാരണം പടയങ്കി വിൽക്കാൻ പറഞ്ഞു വിട്ടതാ. എത്ര രൂപ വേണം? 400 ദിർഹം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കും. പേടിച്ചു. എന്നാ പൈസ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രായമുള്ള എനിക്ക് എന്തിനാ പടയങ്കി? നീ ഒരു യോദ്ധാവല്ലേ, നിനക്ക് തന്നെ ഇരിക്കട്ടെ. രണ്ടും കയ്യിൽ കൊടുത്തു. നേരെ അലിയാര് തങ്ങൾ 400 ദിർഹവുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ 400 ദിർഹം വെച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ വലീമ കൊടുക്കണമല്ലോ കല്യാണം കഴിഞ്ഞ, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, ഇതൊക്കെ ഇസ്ലാമിലുണ്ട്. അതെപ്പോഴാ കൊടുക്കണ്ടേ? അവിടെയാ വിഷയം. എപ്പോഴാ വലീമ കൊടുക്കേണ്ടത്? ഉസ്താദിനോട് ചോദിക്കണം കേട്ടാ. വലീമ കൊടുക്കല് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. എപ്പോഴാ കൊടുക്കേണ്ടത് ഉസ്താദിനോട് ചോദിക്കണം. കെട്ടിയ ഉടനെ അങ്ങോട്ട് ബിരിയാണി വിളമ്പലല്ല, അവിടെ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ ഉടനെ മട്ടൻ ബിരിയാണി പ്രതിഫലം കിട്ടുമോന്ന് ഉസ്താദ്മാരോട് ചോദിക്കണം. അലിയാർ ഞങ്ങളോട് ചോദിച്ചു, വലീമ കൊടുക്കണ്ടേ? ഒന്നുമില്ല നബിയെ. അപ്പൊ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, ഞാൻ അലിക്ക് കൊടുക്കാം. വേറെ 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. ആരുടെ കല്യാണം? മുത്തുനബിയുടെ മോളെ കല്യാണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്നത് ആരുടെ കല്യാണം? സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ആടിനെ കൊടുത്തു. 3 സ്വഹാബികൾ ഗോതമ്പ് മാവ് കൊടുത്തു. അലിയാര് തങ്ങളുടെ വലീമ നടത്താൻ വീടിന്റെ അകത്തിരുന്ന പടയങ്കി വിറ്റിട്ട മഹറിന്റെ പൈസ ഉണ്ടാക്കിയേ. അല്ലാഹു അഅലം. നമ്മള് ഇന്നത്തെ വിവാഹം, ഇതാ വിവാഹം. നിങ്ങളാരും പിരിവിന് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ലക്ഷത്തിന്റെ ചോറ് വേണമെങ്കിലും വെച്ചോ, എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു സ്വർണം വാങ്ങിക്കൊടുത്തോ, കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തോ, നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെയും ആവശ്യമില്ലാത്ത കുറെ ചെലവുണ്ടല്ലോ, അത് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് മുമ്പ് അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം പ്രവാചകരും സഹാബികളും കൂടെ ഈന്തപ്പൻ ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. ഈന്തപ്പന ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. താത്തമാരൊക്കെ കേട്ടോണം കേട്ടാ. ഈ കഥ നിന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണം, പാപ്പ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫാത്തിമ ബീവിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം കഴിഞ്ഞു. എടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്ന എന്തിനാണ് മനസ്സിലാക്കിക്കും. സഹോദരി, ദീനുള്ള ഒരാണിന്റെ കൂടെയേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നീ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ആദിരാത്രി പോവാ. അലിയാര് തങ്ങളും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ രണ്ടുപേരും കൂടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പടച്ചവനെ രണ്ടുപേരും അവരുടെ മണിയറയിലേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങളുടെ പുതിയ വീടിന്റെ അകത്ത് കയറി. അലിയാര് തങ്ങളുടെ വീടിന്റെ വാതിലടച്ചു. ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം അണയ്ക്കുകയാണ്. ദീനുള്ള ഒരു പെണ്ണിന്റെ ചരിത്രം കേൾക്കൂ. വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ാര് നിങ്ങളെ വല്ലാത്ത ഹാഫില. കാരണം മണിയറയാ, ആദിരാത്രിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളാ. യാര് നിങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്ത് നിൽക്കുമ്പോ സമയനാ സൗതൻ ഹനീനാ. അതിരാത്രിയിൽ ഒരു തേങ്ങല് കേൾക്കുകയാണ്. മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ. അലിയാര് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആരാ പടച്ചവര്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാണ്? അലിയാര് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ കങ്കണങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. അലിയാര് നിങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏതൊരു പെണ്ണും കൊതിക്കുമല്ലോ.
ഏതൊരു പെണ്ണുമലിയെ നിങ്ങളെ ഇഷ്ടപ്പെടുമല്ലോ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്, പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ഒന്നും മിണ്ടിയില്ല, ഫാത്തിമയൊന്നും മിണ്ടുന്നില്ല. പിന്നെയും അലിയാര് നിങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അയ്യേ, ഈ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറ മുഴുവനും ഈ റൂം മുഴുവനും വല്ലാത്ത ഇരുള് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? എന്നെ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് പലകയിടത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാടല്ലോ നീയേ. എന്റെ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ, അവിടെ വല്ലാത്ത ഇരുട്ടാണല്ലോ. മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പ കബറ് ഓർമ്മ വന്നു. യാര് തങ്ങളെ നോക്കുമ്പോ ഫാത്തിമയിരുന്ന് കരയുകയാ. യാര് തങ്ങള് പറഞ്ഞു, കരയല്ലേ ഫാത്തിമ, ഇന്ന് നമ്മുടെ മണിയറയാട്, ഇന്ന് നമ്മുടെ അതിരാത്രിയാട്. മണിയറക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അടിയാരിതങ്ങള് ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് യഥാർത്ഥ മണിയറയെന്നറിയോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതുമണവാളനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, എന്തിനാ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് എന്ന് ഭർത്താവ് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ വിളിക്കേണ്ടത്. അവിടെയല്ലേ മണിയറ വേണ്ടത്, അവിടെയല്ലേ മണിയറയാക്കേണ്ടത്. അലിയേ, അതിനകത്ത് മണ്ണാണ് അലിയേ, കബറ് ഞെരിക്കും അലിയേ, കബറ് ഇടുങ്ങിയതാലിയേ, അതിനകത്ത് പാമ്പുകളും തേടുകളുമുണ്ടറിയേ. മണിയറക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് പഠിച്ചവനെ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് പറയുകയാ, ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാ. അതുകൊണ്ട് അലിയേ, നമുക്കിവിടെ മുസ്തഖബർല വിരിച്ചിട്ട് നിസ്കരിക്കാം, നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, നമുക്കൊരുമിച്ചിരുന്ന് തൗബ ചെയ്യാം, നമുക്കിവിടെ ഇരുന്ന് ഖുർആൻ ഓതാം. നമ്മുടെ മണ്ണറ മണിയറയാക്കാം, നമ്മുടെ മണ്ണറ മണിയറയാക്കാം. ചെറുപ്പക്കാരാ, മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ചിട്ട് ആ രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാൻ പരിശ്രമിച്ച പെണ്ണാണ് ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഫോൺ നമ്പർ തരാന്, ചിരിച്ചു കാണിക്കാനും ഇറങ്ങി വരാനും 100 പെണ്ണുങ്ങളെ കിട്ടുമടാ ചെറുപ്പക്കാരാ. കൊണ്ടുവരല്ലേടാ, വിളിച്ചോണ്ട് വരല്ലേ മോനെ. ദീനുള്ളവളെ കെട്ടടാ, ദീനുള്ള പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ യോഗം വേണമടാ. അതിനൊരു പുണ്യം ചെയ്യണം ചെറുപ്പക്കാരാ, അതിനൊരു ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണിനെ കിട്ടിയ വിവാഹം കഴിഞ്ഞ് സർവ ആർഭാടങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് പാതിരാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നിടുന്നുണ്ടോ? പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരിക്കുകയാണ്. മണിയറയ്ക്കകത്ത് കയറി ചെല്ലുന്ന ഭർത്താവിനോട് പുതിയ പെണ്ണ് ചോദിക്കുന്നു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അഴിച്ചുപൊടിയെല്ലാം കഴിഞ്ഞില്ലേ, ഇക്കാടെ തിരക്കുകളൊക്കെ തീർന്നില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമല്ലേ, അതുകൊണ്ട് പോയി ഒന്ന് കൊടുത്തിട്ട് വായിക്കാ. ഈ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചപ്പോ ഇമാമത്ത് നിൽക്കുവോ? ഞാനിക്കാടെ പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ, നമുക്കൊരു ശുക്രന്റെ നിസ്കാരം നിസ്കരിക്കാം.
പുതിയ പെണ്ണ് ഭർത്താവിനോട് പറയുകയാ, ഇക്കാ ഉളുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാ. ഇക്ക നിസ്കരിക്ക്, ഞാൻ പുറകിൽ നിന്ന് നിസ്കരിക്കാ, ശുക്രിന്റെ നമസ്കാരം നമസ്കരിക്കാ. ദീനുള്ള പെണ്ണു ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. അവസാനം ഉളുവെടുത്തിട്ട് രണ്ടുപേരും മണിയറക്കകത്തിരുന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറയുന്നു, ഇക്കാ നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ. ഇന്നലെ വരെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തു. ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുകയല്ലേ. അതുകൊണ്ട് ഈ പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യിക്ക. മണവാട്ടി മണിയറക്കകത്ത് വെച്ച് ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയുമിക്കാ, ഈ മണിയറക്കകത്തിരുന്ന് തൗബ ചെയ്യ്. ഞാൻ ആമീൻ പറയാ. ഭർത്താവ് മണിയറക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേറ്റു പറയുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ആമീൻ പറയുകയാണ്. അവിടെ ഇരുന്ന് തൗബ ചെയ്തു. ദുആ ചെയ്ത് കഴിയുമ്പോ ദീനുള്ള ഭർത്താവിനോട്, ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയുന്നു, ഇക്കാ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണമല്ലോ. ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ആദിരാത്രിയിൽ ദുആ ചെയ്യാൻ മുത്തുനബി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇക്ക എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യ്. ഭർത്താവ് പറയുന്നു, ദുആ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരാമിക്ക, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യിക്ക. അങ്ങനെ ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു. രണ്ടുപേരും കിടപ്പറയിൽ കയറി കിടന്നു. വെളുപ്പാങ്കാലം 4 മണിയായപ്പോ പുതിയ പെണ്ണ് അലാറം വെച്ച് എഴുന്നേക്കുകയാ. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നു, ഇക്കാ എഴുന്നേക്കിക്ക, തഹജ്ജുദ് നിസ്കരിക്കണ്ടേ ഇക്ക, സുബ്ഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായിക്ക, എഴുന്നേക്കിക്ക. പടച്ചവനെ ഭാര്യ ഭർത്താവിനെ വിളിക്കുകയാണ്. എഴുന്നേക്കാതെ വരുമ്പോ ഇതിനുള്ള പെണ്ണ് പറയുന്നു, ഇക്ക ഇന്നലെ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയണ്ട. ഇന്നലെ വരെ നിങ്ങൾ നിസ്കരിച്ചോ നിസ്കരിച്ചില്ലേ എനിക്കറിയണ്ട. ഇന്ന് മുതൽ നിങ്ങളുടെ ഭാര്യയാണ് ഞാൻ, നിങ്ങൾ എന്റെ ഭർത്താവാണ്. എനിക്ക് നിസ്കരിക്കുന്ന ഒരു ഭർത്താവിനെയാണ് വേണ്ടത്. ഭർത്താവിനെ ഉറക്കത്തിൽ നിന്ന് വലിച്ചു പൊക്കി കുളിപ്പരയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു, ഒലുപെടുപ്പിച്ചു. രണ്ടുപേരും കൂടെ തഹജ്ജുദ് നിസ്കരിച്ചു. നിസ്കാരപ്പായിലിരിക്കുമ്പോ അരീക്കോട് പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാ. ഭാര്യ പറയുന്നു, ഇക്കാ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് നമസ്കരിക്കാമല്ലോ. നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, ആ പുറകിൽ നിന്ന് ജമാഅത്തായി നമസ്കരിക്കാം. ദീനുള്ള പെണ്ണിങ്ങനെ പറഞ്ഞു തരുമടാ ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണ് അങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയുള്ള പെണ്ണിനെ വേണമെങ്കിൽ ദീനുള്ളവളെ കെട്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്ത് കയറി വന്നപ്പോ ഫാത്തിമ ബീവി കരയുന്നത് കണ്ടപ്പോ അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇത് മണിയറയാ ഫാത്തിമ, ഈ ആദിരാത്രി ഇവിടെ ഇരുന്നിട്ട് കരയാണോ? അലിയാര് തങ്ങളോട് പറഞ്ഞു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലാ മണിയറ. അലിയേ, ആ മണ്ണറ മണിയറയാക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കണം, നമുക്ക് ഒരുമിച്ച് തൗബ ചെയ്യണം, ഒരുമിച്ച് ഖുർആൻ ഓതണം. അതാ ദീനുള്ള പെണ്ണ്.